ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് 6 വിധം സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആണല്ലോ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരു സ്പെഷ്യൽ സ്നാക്സ് ആയിട്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ സ്നാക്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുള്ളതാണ്. 6 മുട്ട വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 വലിയുള്ളിയാണ്. ചെറിയ വലിയുള്ളി ആയിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ട് 2 ചെറിയ വലിയുള്ളി കട്ട് ചെയ്തെടുത്തതാണ് ഇതുപോലെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയൊരു തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ പിച്ചി ചീന്തിയത് കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തപ്പോഴും അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടി പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന ചട്ടിയിലാണിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കുന്നത് പോലെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഇതുപോലെ എല്ലാ കുഴിയിലേക്കും നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടയാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അടി കരിഞ്ഞിട്ട് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എല്ലാം അത് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബാൾ ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമതായിട്ട് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ചിക്കൻ കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ നോമ്പൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇതുപോലെ ചിക്കൻ കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്നാക്സ് ആയിട്ടുള്ള ചിക്കൻ കേക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. റെഡിയാക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 വലിയുള്ളി ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചിക്കൻ കേക്ക് റെഡിയാക്കിയിട്ട് കഴിക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റിയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കന് ഞാൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ഇതിൽ ചിക്കൻ കേക്ക് റെഡിയാക്കുമ്പോൾ നമ്മളിതുപോലെ ക്രഷ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ കേക്ക് റെഡിയായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചേർക്കുന്നതാണ് നല്ലത്. ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ എപ്പോഴും ചിക്കൻ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ഉള്ളി കമ്മിയാക്കി എടുത്തിട്ട് ചിക്കൻ കൂടുതൽ ചേർക്കണം. അതാണ് നമ്മുടെ കേക്കിന് കൂടുതൽ ടേസ്റ്റ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ വലിയ ജീരകം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3/4 സ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബിരിയാണി മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്തോളൂ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ കേക്കിലേക്ക്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ ഫില്ലിംഗ് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ നമ്മളെ കേക്കിലേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ്. ഇത് നമ്മൾ നേരത്തെ മസാല ചേർത്ത് കൊടുത്തപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അത് ഞാനപ്പോൾ വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ 4 മുട്ട വെച്ചിട്ടാണ് ഈ ബാറ്റർ ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ചില മുട്ടയൊക്കെ കേടുള്ളതുണ്ടാവുമല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ സ്പൂൺ എടുത്തിട്ട് നമ്മുടെ മുട്ട നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേക്കിന്. ഇനി നമുക്കിത് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മൈദ എടുത്തിട്ട് മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അത് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുപോലെ വേറൊരു ബൗൾ എടുത്തിട്ട് 2 സ്പൂണ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ളൊരു വെള്ളത്തിൻ്റെ അളവ് മാത്രം മതി. അപ്പോൾ നമുക്കത് ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മൈദയുടെ മിക്സ് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ മസാലക്കൂട്ട് ഇവിടെ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ചൂട് കൊടുക്കാൻ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ എല്ലാ കാര്യവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഗ്യാസിൽ സോസ് പാനിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാനിതുപോലെ ഒരു സോസ് പാന് അടുപ്പത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. 1 സ്പൂണ് മിൽമയുടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വേറൊരു സോസ് പാനും കൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഡയറക്റ്റ് നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ വേറൊരു സോസ് പാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ നെയ്യ് എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒരേ ലെവലൊന്ന് ആക്കിയെടുക്കാം.
ഇപ്പോഴൊക്കെ തീയെ നമ്മൾ സിമ്മിലിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യമൊക്കെ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ അടിയിൽ വേറൊരു സോസ് പാനും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുത്തിട്ടുള്ള സോസ് പാനാണ് ഇപ്പോൾ രണ്ടും. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും ഇതുപോലെ ചെയ്തെടുത്താൽ. അപ്പോൾ ഞാനതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം അതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്, അടിയൊന്ന് ചെറുതായി സെറ്റായതിന് ശേഷമാണ് ഞാനിപ്പോൾ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ നമ്മളൊരു സിമ്മിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഹോള് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കേക്ക് ഇതുപോലെ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മല്ലിയിലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് വെടിയിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വെന്തിട്ടില്ല എന്ന് തോന്നും, പക്ഷേ ഇത് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കളറൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു പാനിൽ നമുക്കിതുപോലെ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതുപോലെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ല? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത് അടിക്ക് പിടിച്ചിട്ട് ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് കഴിക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ മുട്ടയൊക്കെ നല്ലതുപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. 5 മുട്ട വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് ഇതുപോലെ കുക്കറിലാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാവുമ്പോൾ ഒരൊറ്റ വിസിൽ വരുന്നത് വരെ നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതുപോലെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തൊണ്ട് പെട്ടെന്ന് തന്നെ അടർത്തി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം. ഒരൊറ്റ വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട് ആവി പോയതിന് ശേഷം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ തൊണ്ടെല്ലാം അതുപോലെ നല്ലതുപോലെ തന്നെ കിട്ടും. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ അടർത്തി മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ മുട്ട പിഴിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും നമ്മുടെ എല്ലാ മുട്ടയുടെ തൊണ്ടും ഇതുപോലെ അങ്ങ് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ മുട്ടയുടെ തൊണ്ടെല്ലാം ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഓരോ മുട്ടയും ഇതുപോലെ അങ്ങ് വരഞ്ഞ് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള 5 മുട്ടയും നമുക്കിതുപോലെ അങ്ങ് വരഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ മുട്ടയും ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മുട്ടയിലേക്ക് പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒരുമിച്ചിട്ട് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ലൂസായിട്ട് പോയാൽ നമ്മുടെ മുട്ടയിൽ മസാല പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല തേച്ചിട്ട് നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മസാല അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മസാലയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് നമ്മുടെ മുട്ട ഇതിൽ മസാല പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരഞ്ഞു വെച്ചിട്ടുള്ള ഓരോ മുട്ട എടുത്തിട്ട് നമ്മുടെ ഈ മസാലയിൽ ഇതുപോലെ നല്ലതുപോലെ തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടയും കൂടെ ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് തന്നെ നമ്മളിതുപോലെ തേച്ച് കൊടുക്കണമെങ്കിൽ ആ വരയുടെ ഉള്ളിലേക്കൊക്കെ ശരിക്കും മസാല ഇറങ്ങിയിട്ട് വരുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാത്തവരൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. നമുക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇതുപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോ നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എങ്കിലും നല്ലതുപോലെ തന്നെ മസാലയൊക്കെ പിടിച്ചിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ കൂടുതലായി പോവരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ മുട്ടയിലെ മസാലയൊക്കെ മുട്ടയിൽ പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഓരോ മുട്ട എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം എണ്ണ ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നാലും നമ്മുടെ മുട്ടയിലുള്ള മസാല ചട്ടിയിൽ പിടിക്കുകയൊന്നുമില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ എണ്ണ നമ്മൾ തേച്ച് കൊടുത്താൽ നമ്മുടെ മസാല മുഴുവനായിട്ടും ആ ചട്ടിയിൽ അങ്ങ് പിടിക്കും. അപ്പോൾ നമ്മുടെ മുട്ടയിൽ മസാല ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല. അപ്പം നമ്മളിപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ചട്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കേണ്ടവർക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചട്ടി തന്നെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരിക. മസാലയൊക്കെ തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒരു 2-3-4 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചെടുത്താൽ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരും. നമ്മുടെ ആ മസാലയുടെ പച്ചമണം ഒന്ന് പോയി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് മസാല തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈമില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. പക്ഷേ നമ്മളൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ മുട്ട വെച്ചിട്ടുള്ള അടിപൊളി ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. പാലും ബ്രെഡും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോമ്പിനൊക്കെ ഇതുപോലെ മാറിയിട്ട് സ്നാക്സ് ഉണ്ടാക്കി കഴിച്ച് നോക്കാം. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. കഴിച്ചാൽ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ ചെറിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് 3 സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാൽപ്പൊടി ഇല്ലാത്തവർക്ക് പാലും വെച്ചിട്ട് ചെയ്തെടുക്കുക. പക്ഷേ പാൽപ്പൊടിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പാൽപ്പൊടി ഒട്ടും കട്ടയില്ലാതെ നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിനി പാലില്ലെങ്കിൽ വെറും പാൽപ്പൊടി ചുടുവെള്ളം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാലും പാൽപ്പൊടിയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പാലില്ലെങ്കിൽ പാലിന് പകരം ഇതുപോലെ പാൽപ്പൊടിക്ക് ചുടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതുപോലെ നമ്മുടെ പാൽപ്പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ
1 കപ്പ് പാലെടുത്തിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡും പാലും വെച്ചിട്ടാണ് നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ബ്രെഡ് ഇതുപോലെ കട്ടിക്ക് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിൽ നമുക്ക് ഇതുപോലെ 2 ബ്രെഡ് ഒരുമിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ തീ ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ പാലിൻ്റെ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നല്ലതുപോലെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 2 രീതിയിൽ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് രീതിയാണിത്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ പാലിൻ്റെ മിക്സ് നമുക്ക് ബ്രെഡിൽ നല്ലതുപോലെ ബ്രെഡിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ 1 കപ്പ് പാലെടുത്തുകൊണ്ട് 1/2 കപ്പ് പാല് ഞാനിപ്പോൾ ഒരു ബ്രെഡിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ 1/2 കപ്പ് പാൽ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര പാൽ ഒഴിച്ചാലും നമ്മുടെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാൽ കുടിച്ചെടുക്കും. അപ്പോൾ ഇനി ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിലൂടെ പാൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ ഈ സമയത്താണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുള്ളത്. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ബട്ടറാണ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതുപോലെ സൈഡിലൂടെയും നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലൂടെയും നല്ലതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് അടിക്ക് പിടിക്കാതെ നമ്മുടെ ബ്രെഡിലുള്ള പാല് നല്ലതുപോലെ തന്നെ നമ്മുടെ ബ്രെഡിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ നീക്കി കൊടുക്കുക. നമ്മുടെ ആ ബട്ടർ നമ്മുടെ ബ്രെഡിൻ്റെ അടിയിലേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് 5-6 മിനിറ്റ് ഒന്നും വെക്കണ്ട, ഒരു 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാൽ അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബട്ടർ കൂടുതൽ വേണ്ടാത്തവർ ആ ബട്ടറുമ്പോൾ തന്നെ ഇതൊന്ന് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനതിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും 2ാമത്തെ മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലൂടെ നമ്മുടെ പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഇനി സൈഡിലൂടെ മുഴുവനായിട്ട് ഇതുപോലെ നമ്മുടെ പാലിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ പാല് ആ ബ്രെഡിൽ മൊത്തം അങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഇതുപോലെ ചെയ്തപ്പോഴാണ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. മറ്റേ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലൂടെയും ആ സൈഡിലൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അങ്ങനെ നീക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ നമ്മുടെ ബ്രെഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നമ്മുടെ ബ്രെഡ് ഇതുപോലെ അങ്ങനെ ആ പാലിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പാല് ഫുള്ള് നമ്മുടെ ബ്രെഡിലേക്ക് അങ്ങ് വലിച്ചെടുക്കും. ആ ഫുള്ള് വറ്റിച്ചെടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിച്ച് കയ്പ്പ് വരും കരിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതുപോലെ തീ സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുവരെ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ബ്രെഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് നമ്മുടെ ബ്രെഡ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതുപോലെ മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും നല്ലതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണത്. കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ബ്രെഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് നമ്മൾ ആ ബ്രെഡിൽ തന്നെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഇനി അടുത്തത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള സ്നാക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ സ്നാക്സും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്സ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു എഗ്ഗിൻ്റെ വൈറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വൈറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു വലിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് വലിയ ജീരകം പൊടിച്ച് എടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റും കൂടെ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മസാല ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അടി കരിഞ്ഞിട്ട് പോകും. അപ്പം ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 എഗ്ഗ് പുഴുങ്ങിയെടുത്തതാണ്, ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ തീ സിമ്മിലിടണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ നമ്മൾ എഗ്ഗ് 2 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്കിതുപോലെ നമ്മളെ ആ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ മാവിൽ ഇതൊന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നിർബന്ധമായിട്ടും നമ്മുടെ ഈ സ്നാക്സിന് ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും കവർ ചെയ്തിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടൊന്ന് തിരിച്ച് കൊടുത്തിട്ട് ആ ഭാഗം ഒന്നും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ വീഡിയോസ് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്. ഇപ്പം നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത സ്നാക്സ് നമ്മൾ റെഡിയാക്കുന്നത് പഴം നിറച്ചതാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതും നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പെട്ടെന്ന് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു സിമ്പിൾ സ്നാക്സ് തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പഴം നിറച്ചതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം മിൽമയുടെ നെയ്യാണ് എടുത്തിട്ട്. ഇനി നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം. അത് പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ശർക്കര അതുപോലെ കത്തിയെടുത്ത് ചിരകി എടുത്തിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയാണ് കേട്ടോ അതിൽ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. ഇനി ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, അതിന് കുഴപ്പമില്ല. പക്ഷേ ശർക്കരയാണ് ഈ ഫില്ലിങ്ങിലേക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം വെച്ചാൽ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ സമയം ഇത് ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3-4 മിനിറ്റ് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ റെസിപ്പിയിലേക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ സമയമൊന്നും നമ്മളിത് ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ പഴം നിറച്ചത് മുക്കി പൊരിക്കാനുള്ളൊരു ബാറ്ററാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലതുപോലെ ലൂസാക്കി എടുക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പഴം ഇതിലൊന്ന് മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കത് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കൂടുതൽ ബാറ്റർ റെഡിയാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ബാറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇത്രയും ലൂസിലാണ് നമുക്ക് വേണ്ടത്. നല്ലതുപോലെ ലൂസാവും വേണ്ട, ഇത്രയും ഇതിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 4 പഴം വെച്ചിട്ടാണ് നമ്മുടെ പഴം നിറച്ചത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ പഴം എടുത്തിട്ടും ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതങ്ങ് കീറി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കീറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പഴം പൊട്ടിപ്പോവരുത്. 3 സൈഡിലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് താത്തിയിട്ട് തന്നെ വരഞ്ഞ് കൊടുക്കുക. പഴം പൊട്ടിപ്പോവാത്ത രീതിയിൽ കുറച്ച് താത്തിയിട്ട് തന്നെ നമുക്കതുപോലെ വരഞ്ഞ് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ്, നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും പഴുക്കാത്ത പഴം എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒന്നും കൂടെ ഈസി ആയിരിക്കും ചെയ്തെടുക്കാൻ. ഇതുപോലെ പഴുത്ത പഴം എടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ പഴം ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അകത്തിയെടുത്താൽ നമുക്കിതുപോലെ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്, നമ്മൾ ഒരു പഴത്തിന് 3 വരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ 3 വരയുടെ ഉള്ളിൽ ഇതുപോലെ നല്ലതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ് അങ്ങ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കളയാതെയാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുന്നത്. നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ട് ഫില്ലിങ് വെക്കുമ്പോൾ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തൊലി കളയാതെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റ് നമ്മൾ തൊലി കളഞ്ഞെടുത്താൽ മതി, അതായിരിക്കും നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമ്മൾ വരയിട്ട് കൊടുത്ത ഇതിൽ മുഴുവനായിട്ട് നല്ലതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഭാഗത്തും ഇതുപോലെ നല്ലതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എല്ലാ പഴത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം.
നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴമൊക്കെ വീട്ടിലുള്ളവർക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ മുഴുവൻ പഴം ഇതുപോലെ ഫില്ലിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫില്ലിങ്ങേ ബാക്കിയായിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ലതുപോലെ തന്നെ ഫില്ലിങ്ങൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ പഴത്തിൻ്റെ തൊലി അങ്ങ് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ പഴുത്തിട്ടുള്ള പഴമായതുകൊണ്ട് നമ്മൾ തൊലി കളഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇത്രക്ക് പഴുക്കാതെ കുറച്ച് പഴുപ്പ് കുറവുള്ള പഴം എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത്ര പഴുത്താലും കുഴപ്പമില്ല, നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പഴത്തിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ നമ്മളെ ഫില്ലിങ്ങൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ തന്നെ ഫില്ലിംഗ് ആയി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഇതുപോലെ ഓരോ പഴം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് മുക്കി കൊടുക്കാം. നമ്മൾ ഫില്ലിങ് പോരൊന്നുമില്ല, നമ്മൾ നല്ലതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പോരൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കത് ഒരു മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പഴവും കൂടെ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പഴം നിറച്ചത് മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്.